വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ കമലിനാണെങ്കിൽ ഓരോ തേങ്ങയൊക്കെ ഇങ്ങനെ കുലുക്കി നോക്കിയിട്ട് ആശാൻ എന്തിനാണോ ഇത്രയും തേങ്ങ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വിഷ്ണു വരുന്നത്. അന്നേരം തേങ്ങ റെഡി ആശാനെന്ന് പറയുമോ, എങ്കിൽ ഉടച്ച് തുടങ്ങിക്കോ എന്ന് പറയുകയാണ്. അന്നേരം എന്തിനാ ആശാനെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടടാ, നല്ല കാര്യമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സന്തോഷമായ കാര്യം തന്നെയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അതെന്താ ചോദിക്കുമ്പോൾ നീ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്ന് പറയുകയാണ്. അന്നേരം ഈ ആലോചനയും ചിന്ത ഒന്നും എൻ്റെ തലയ്ക്ക് അങ്ങോട്ട് കയറൂല, ആശാൻ പറയുമെന്ന് പറയുകയാണ്. അന്നേരം എന്നാലും നീ ഒന്ന് ചിന്തിച്ച് നോക്കടാ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അത് ആശാൻ ഇഷ്ടപ്പെട്ട കാര്യം, നല്ല കാര്യം എന്നൊക്കെ പറയുമ്പോൾ ഏട്ടത്തിയമ്മ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേടോ എന്ന് പറയുകയാണ്. അന്നേരം കണ്ടുപിടിച്ചോ എവിടെയെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇവിടെ തന്നെ ഉണ്ടടോ എന്ന് പറയുമ്പോൾ കമലിനിങ്ങനെ ചുറ്റുമൊക്കെ നോക്കുകയാണ്. അന്നേരം എവിടെ ആശാനെയും ചോദിക്കുമ്പോൾ കമലിൻ്റെ തോളിലേക്ക് അങ്ങ് വിഷ്ണു പിടിക്കുകയാണ്. വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. ഇവിടുത്തെ സ്ഥലം തിരുവനന്തപുരം ജില്ലാ കളക്ടറാണോ ശാലിനി എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഏട്ടത്തിയമ്മയെ കൂട്ടിക്കൊണ്ട് പോകാമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം പിന്നെന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമലിനേക്കാളും സന്തോഷം, അല്ല വിഷ്ണുവിനേക്കാളും സന്തോഷം അപ്പോൾ അവിടെ കമലിനാണ്. എങ്കിൽ പിന്നെ അടിച്ചു തുടങ്ങുക ആശാനെ എന്ന് പറഞ്ഞ് ഓരോ തേങ്ങയായിട്ട് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കമലിനെടുത്ത് കൊടുക്കുകയാണ്. തുടർന്ന് വിഷ്ണു എല്ലാ തേങ്ങയും 101 തേങ്ങയും അവിടെ എറിഞ്ഞുടക്കുകയാണ്. തുടർന്ന് ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് വിഷ്ണു തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട്, നന്ദിയൊക്കെ പറയുകയാണ് എൻ്റെ ശാലിനി എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നതിന്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ, അവളും ഞാനും ഒക്കെ ആഗ്രഹിച്ചതുപോലെ സ്ഥലം കളക്ടറായിട്ട് അവളെ ചുമതല ഏൽപ്പിച്ചതിന് 100,000 കോടി നന്ദിയൊക്കെ അങ്ങ് പറയുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ 2 കണ്ണ് ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. പുറകിൽ കമലിനിങ്ങനെ അത് നോക്കി നിൽക്കുകയാണ്. ഇതേസമയം അമ്പലത്തിൻ്റെ ആ ഫ്രണ്ടിലാണെങ്കിൽ സുസ്മിതയാണെങ്കിൽ അങ്ങ് ആ ചവറൊക്കെ ആ സ്മെല്ലൊക്കെ ശ്വസിച്ചങ്ങ് ഓർക്കാനൊക്കെ വരികയാണ്, ഛർദ്ദിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ പുറത്തേക്കൊന്നും വരുന്നില്ല. അന്നേരം തടവി തരണോന്നൊക്കെ ചന്ദ്രബോസ് ചോദിക്കുകയാണ്. അന്നേരം പിന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ടെന്നും പറഞ്ഞ് ചന്ദ്രബോസ് നേരെ ചാടി കടിക്കുകയാണ്. ചിറ്റപ്പൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്കെന്ന് പറയുമ്പോൾ ആ ശാലിനിക്ക് പണി കൊടുക്കുന്ന കാര്യമല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് പറയുകയാണ്. അന്നേരം ഈ ഛർദ്ദിലൊന്ന് നിൽക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിക്കുമ്പോൾ അത് വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി കുറച്ച് സാമ്പ്രാണിത്തിനെയൊക്കെ മണപ്പിക്കുമ്പോൾ അതങ്ങ് മാറിക്കോളും, നീ വണ്ടിയിലോട്ട് കയറും, നിൻ്റെ ഡ്രൈവർ എവിടെയെന്ന് ചോദിക്കുകയാണ്. അന്നേരമാണ് ഡ്രൈവർ വരുന്നത്. അന്നേരം വണ്ടി എടുക്കണോ എന്ന് പറയുമ്പോൾ സാറേ ഈ വണ്ടി എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ വണ്ടിയാണെങ്കിൽ ഇവർ രണ്ടുപേരുടെയും വണ്ടിക്ക് ഇങ്ങനെ വട്ടം ചുറ്റിച്ച് ഇട്ടിരിക്കുകയാണ്. അന്നേരം മേയറുടെയും ACPയുടെയും വണ്ടിക്ക് വട്ടം ചുറ്റിക്കാനായിട്ട് ഏതവനാടാ എന്നിങ്ങനെ ചോദിച്ച് ചുറ്റും നോക്കുമ്പോൾ അടിയനാണേ എന്നും പറഞ്ഞിട്ട് വിഷ്ണു വരികയാണ്. കൂടെ കമലിനുമുണ്ട്. അന്നേരം വിഷ്ണുവിനെ കാണുമ്പോൾ ചന്ദ്രബോസിന് ആകെ ഒരു പേടി തന്നെയാണ്, സുസ്മിതയ്ക്ക് ഒരു പേടി തന്നെയാണ്. എന്നിട്ട് അടിയനാണേ, പറഞ്ഞത് കേട്ടില്ലേ, മേയറമ്മയുടെയും ACPയുടെയും വണ്ടിക്ക് വട്ടം ചുറ്റിച്ചത് അടിയനാണെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരികയാണ്. അന്നേരം ആ വിഷ്ണു എന്ന് പറഞ്ഞിങ്ങനെ ചിരിച്ച് സംസാരിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ അന്തം വിട്ട് നോക്കിയാണ്. അതെന്താ ബോസ് സാർ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ബോസ് സാറിന് അടിപിടി ഒരു മാറ്റം ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അത് വിഷ്ണു എന്നും പറഞ്ഞ് ചിരിച്ച് ചന്ദ്രബോസ് ഇരിക്കുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് ആകെപ്പാടെ ഒരു ദേഷ്യമണി ഭാവമൊക്കെ കണ്ടിട്ട് തുടർന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ബോസ് സാർ ഇങ്ങനെയൊന്നുമല്ല, സാർ ഇട്ടിരിക്കുന്ന ഈ യൂണിഫോം ബോസ് സാറിൻ്റെ പേര് വിളിച്ചത് കൊണ്ട് സാറിന് എന്തൊക്കെ വിഷമമൊക്കെ ഉണ്ടായല്ലോ, അതുകൊണ്ട് ഞാനങ്ങോട്ട് അത് മാറ്റി, പിന്നെ സാർ ഇട്ടിരിക്കുന്ന സിവിൽ യൂണിഫോമിനോട് എനിക്ക് ബഹുമാനമാണ്, പക്ഷേ ഇതിനകത്ത് നിന്ന് ചെറ്റത്തരം കാണിച്ചാലുണ്ടല്ലോ വിഷ്ണുവിൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറും എന്ന് പറയുകയാണ്. തുടർന്ന് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ചന്ദ്രബോസ് സാറിന് ഇങ്ങനെയൊന്നും ആകാനായിട്ട് പറ്റില്ല, ആ സാറാണെങ്കിൽ ഒരു ചെറ്റയാണ്, ഭൂലോക തെമ്മാടിയാണ് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് എരികേറ്റുമ്പോൾ ഡാ എന്നും പറഞ്ഞ് ചന്ദ്രബോസ് ഇങ്ങനെ അടിക്കാനായിട്ട് ഇങ്ങനെ കൈ വാങ്ങി വരുമ്പോഴത്തേക്ക് ഡാന്നാ, എടാ കമല വിളിച്ചു കേട്ടില്ലേ ബോസ് സാറ് ഡാന്ന്. അന്നേരം പെട്ടെന്ന് ഈ ചന്ദ്രബോസിനാണെങ്കിൽ അങ്ങ് സ്ഥലം ബോധം വരികയാണ്. അന്നേരം ആ ഡാ അല്ല എന്ന് പറയുകയാണ്. പിന്നെ അത് ഡാ, അത് ഈ കൂട്ടുകാരൊക്കെ തമ്മിൽ ദേഷ്യം വരുമ്പോൾ വിളിക്കില്ലേ ആ ഡാ ആണെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവിനും കമലിനും ഒക്കെ അങ്ങ് ചിരി വരികയാണ്. തുടർന്ന് പറയുന്നുണ്ട്, വിഷ്ണു അങ്ങ് വീണ്ടും ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ വിഷ്ണു നീ പിന്നെ അതിര് വിടുന്നു എന്നാണ് പറയുന്നത്, അതിര് വിടുന്നു എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുന്നുണ്ട്. അന്നേരം അതിര് വിട്ടാൽ താൻ എന്തോ ചെയ്യും മോനെ ബോസേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് മോനെ ബോസേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെഞ്ചിലിങ്ങനെ കൈവച്ച് തട്ടുകയാണ്. അന്നേരം ചന്ദ്രബോസിനെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. ആ പുറകിൽ കെട്ടിയിരിക്കുന്ന കൈയാണെങ്കിൽ ചുരുട്ടി അങ്ങ് പിടിക്കുകയാണ് ദേഷ്യത്തോടു കൂടി. പക്ഷേ വിഷ്ണുവിനെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല, എന്നെ ലോക്കപ്പിലിടുമോ, അറസ്റ്റ് ചെയ്യുമോ, ലോക്കപ്പിലിട്ട് ഉരുട്ടോ, എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്നെ സമാധാനം പറയേണ്ടി വരും, എൻ്റെ ഭാര്യയുടെ മുന്നിലും സമാധാനം പറയേണ്ടി വരും. എൻ്റെ ഭാര്യ ആരാണെന്ന് അറിയാമല്ലോ, സ്ഥലം ജില്ലാ കളക്ടറാണ്, ഈ ബോസ് സാറ് എൻ്റെ ഭാര്യയുടെ മുമ്പിൽ സല്യൂട്ട് അടിച്ച് തുടങ്ങിയില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം പിന്നെ എപ്പോഴേ തുടങ്ങി എന്നിങ്ങനെ ചന്ദ്രബോസും സുസ്മിതയും ഒക്കെ കരുതുകയാണ്. തുടർന്ന് ചന്ദ്രബോസിനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് നിർത്തി പൊരിച്ചതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചന്ദ്രബോസും സുസ്മിതയും കൂടി ഓർക്കുകയാണ്. റേഷൻ കടയിലെ കാര്യവും ആദ്യം വിഷ്ണുവിനെ ലോക്കപ്പിലിട്ടപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതൊക്കെ ഓർത്ത് ചന്ദ്രബോസും സുസ്മിതയിൽ നിന്നങ്ങ് വിയർക്കുകയാണ്. തുടർന്ന് എൻ്റെ വഴിയിൽ ഇനി എതിരായിട്ട് നിൽക്കാനായിട്ട് വരല്ലേ, പിന്നെ നിങ്ങൾക്ക് എന്നെ യാതൊരു കാര്യവും, ഈ വിഷ്ണുവും ശാലിനിയും കൂടി ഒന്നിച്ച് ചേർന്നാൽ മാസമല്ല മരണമാസമാണ്, കാടും കടലും ഒക്കെ ഇളകി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പക്ഷേ
പക്ഷേ ശാലിനിയും വിഷ്ണുവും കൂടി ഒന്നിച്ച് ചേർന്നാൽ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. കേട്ടോടി മേയറമ്മേ, നിനക്കും കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് സുസ്മിതയെ നോക്കി പറഞ്ഞിട്ട് മുണ്ടൊക്കെ അങ്ങോട്ട് മടക്കി കുത്തി ഒരു പഞ്ച് ഡയലോഗൊക്കെ. ആ ഒരു അടിപൊളിയാണ് സീനൊക്കെ കാണാനായിട്ട്. വിഷ്ണുവിൻ്റെ ഡയലോഗും ചന്ദ്രബോസ് സുസ്മിതയും കൂടി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നതും ഒന്നും പറയാനാവാതെ നിൽക്കുന്നതും ഒക്കെ നോക്കിയിട്ട് വിഷ്ണു ഇങ്ങനെ മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് അങ്ങ് തിരിച്ചു വണ്ടിയിലേക്ക് കയറിയാണ്. എന്നിട്ട് കയറിടാന്നിങ്ങനെ കമലിനോട് പറയുന്നുണ്ട്. അവർ വണ്ടി എടുത്ത് പോവുകയാണ്. അന്നേരം ആകെ മാനം കെട്ട് ഈ ചന്ദ്രബോസും സുസ്മിതയും കൂടി നിൽക്കുകയാണ്. ഇതേസമയം ശാലിനി ആണെങ്കിൽ തൻ്റെ ചേമ്പലിരുന്നു കൊണ്ട് മാലിന്യത്തിനെതിരെയൊക്കെ ഓരോരുത്തരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷനിലെ റോഡിൽ 4 ടൺ മാലിന്യമോളമാണ് റോഡുകളിൽ കൊണ്ട് തള്ളുന്നത്. ഇതിനെതിരെ നടപടിയെടുക്കണം, ശിക്ഷാ നടപടി തന്നെ തുടരണം, മേയർക്കെതിരെ നോട്ടീസ് ഉടൻ തന്നെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പിന്നെ കളക്ടർ തേജസ്വിനി വരുന്നത്. തൻ്റെ വണ്ടിയിൽ വന്നിറങ്ങി അകത്തേക്ക് കയറുമ്പോൾ അനുപല്ലവിയൊക്കെ ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറയുകയാണ്. തുടർന്ന് കളക്ടർ ഇല്ലേ ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുകയാണ്. ശാലിനിയുടെ ചേംബറിലേക്ക് ഈ തേജസ്വിനി അങ്ങ് കയറി പോവുകയാണ്. അന്നേരം സജി വേറൊരു ഓഫീസ് സ്റ്റാഫ് ഉണ്ടല്ലോ, സജി സാർ വന്ന് ചോദിക്കുന്നുണ്ട്, ആരാൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അറിയില്ലേ, കൊല്ലം ഡിസ്ട്രിക്ട് കളക്ടറാണ് പിന്നെ തേജസ്വിനി മാഡം എന്ന് പറയുകയാണ്. അന്നേരം അവിടെയും പെണ്ണാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അതെന്താ ഒരു പുച്ഛം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അല്ല, എല്ലാ ജില്ലാ കളക്ടർമാരും പെണ്ണുങ്ങളായിട്ട് അവരൊക്കെ എന്തോ ചെയ്യാനാണ് എന്നിങ്ങനെ പറഞ്ഞ് പരിഹസിക്കുമ്പോഴും വാളയാർ ചെക്ക് പോസ്റ്റിൽ പാതിരാത്രിക്ക് സ്പിരിറ്റ് ലോറി ഒരു കളക്ടർ പിടിച്ചെടുത്തത് പേപ്പറിൽ വായിച്ചില്ലേ ചോദിക്കുകയാണ്. അതാണ് ആ പോയ മുതലെന്ന് പറയുകയാണ്. പാലക്കാട് നിന്നും കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ആയതാണ്, ശാലിനി മാഡത്തെ പോലെ തന്നെ പുലിക്കുട്ടിയാണ് എന്നിങ്ങനെ അനുപല്ലവി പറയുന്നുണ്ട്. തുടർന്ന് ശാലിനിയെ കാണുമ്പോൾ ഈ തേജസ്വിനിയും ശാലിനിയും തമ്മിൽ ഫ്രണ്ട്സാണ്. അവർ ശാലിനിയെ കാണുമ്പോൾ തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും സന്തോഷ പ്രകടനമൊക്കെ തന്നെയാണ്. അന്നേരം ഒടുവിൽ എത്തിയല്ലേ എന്നിങ്ങനെ തേജസ്വിനി ചോദിക്കുമ്പോൾ എത്തിച്ചേരേണ്ടി വന്നു എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം വിഷ്ണുവിനെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എത്തിയതായിട്ട് അറിയില്ല എന്ന് പറയുകയാണ്. അന്നേരം അതെന്താ ഇനിയും അറിയിക്കണ്ടേ എന്നിങ്ങനെ തേജസ്വിനി ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരുപാട് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് പറയുകയാണ്. അന്നേരം സുസ്മിതയും ഗ്യാങ്ങും അല്ലേ, അവളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അവൾ സ്ഥലം മേയറാണ് എന്ന് പറയുകയാണ്. അന്നേരം നീ അങ്ങോട്ട് പൊളിച്ചെടുക്കുക, അതിനല്ലേ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. തുടർന്ന് നിന്റെ കാര്യം എന്തായി എന്ന് തേജസ്വിനിയോട് ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊല്ലത്തേക്ക് വന്നത്, കുടുംബ വീട് ഇവിടെ അടുത്താണല്ലോ, അപ്പോൾ പോയി വരാനും പോസ്റ്റിങ്ങും എല്ലാ കാര്യവും എളുപ്പം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇന്ദ്രൻ്റെ കാര്യം എന്തായി എന്ന് തേജസ്വിനി ചോദിക്കുകയാണ്. തേജസ്വിനിയോട് ശാലിനി ചോദിക്കുന്നുണ്ട്, ഇന്ദ്രൻ നിന്റെ മുറച്ചെറുക്കനല്ലേ, അപ്പോൾ ഇനി തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ, നേരിട്ട് ചെല്ലുക, താലി കെട്ടുക, അത്രേ വലിയ ഉള്ളൂ എന്ന്. അന്നേരം അതിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട്, ഇന്ദ്രനിപ്പോൾ ചെറിയൊരു അകൽച്ചയുണ്ടെന്ന് തേജസ്വിനി പറയുകയാണ്. അന്നേരം അത് നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ടായിരിക്കാം, നിനക്കതൊക്കെ തോന്നുന്നതായിരിക്കാം, അതൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്യണമെന്നൊക്കെ പറയുകയാണ്. അന്നേരം അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് അവരിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഒന്ന് കുടിക്കാൻ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ കൊല്ലത്തുനിന്ന് വരുന്ന വരവാണ്, ഇവിടെയാണ് കുടുംബ വീടാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എല്ലാവരും എന്നെ അവിടെ കാത്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം നിന്നെ ഇപ്പോഴൊന്നും വിടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ടും കഴിച്ചിട്ടും ഒക്കെ പോയാൽ മതി എന്ന് പറയുകയാണ്. തുടർന്ന് ആയുധം വെച്ച് കീഴടങ്ങി, നീ എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുന്നൊക്കെ പറയുകയാണ്. നീ ഇവിടുത്തെ കസേരയിൽ അള്ളി പിടിച്ചിരിക്കുകയല്ലേ എന്നൊക്കെ തേജസ്വിനി ചോദിക്കുകയാണ്. അന്നേരം നീ ഇരുന്നാലും ഞാനിരുന്നാലും ഒരുപോലെയല്ലേ എന്നിങ്ങനെ ശാലിനി തിരിച്ച് കളിയാക്കി പറയുകയാണ്. തുടർന്ന് അനുപല്ലവിയെ വിളിച്ച് അവർക്ക് കുടിക്കാനുള്ളതൊക്കെ ശാലിനി ഓർഡർ ചെയ്യുന്നുണ്ട്. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ വിഷ്ണു ആണെങ്കിൽ ഒരുങ്ങി റെഡിയായി താഴേക്ക് വരികയാണ്. അതേസമയം സത്യഭാമ ആരുടെയൊക്കെയോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഘവൻ നായർ അടുത്ത് വന്നിരുന്ന് പേപ്പർ വായിക്കുന്നുണ്ട്. സത്യഭാമ വിഷ്ണുലോക ഹോട്ടൽ അന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 6 വർഷത്തിന് മുമ്പ് സെപ്റ്റംബർ 19 ഉദ്ഘാടനം ചെയ്തത്. ഈ സെപ്റ്റംബർ 19 തന്നെ മതി, അങ്ങനെ തന്നെ തീരുമാനിക്കാം, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിക്കോളൂ എന്നൊക്കെ അങ്ങ് പറയുകയാണ്. അന്നേരം സത്യഭാമയോട് എന്തോ സംസാരിക്കുകയാണെന്ന പോലെ വെപ്രാളപ്പെട്ട് വിഷ്ണു വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നതിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഭാമ ഫോൺ വെക്കാൻ വേണ്ടി ആകെ കാത്തു നിൽക്കുകയാണ്. വിഷ്ണുവിന് ആകെ ഒരു വെപ്രാളവും പരവേശവും ഒക്കെ തന്നെയാണ്. അന്നേരം ശ്യാമയാണെങ്കിൽ ശ്യാമയും പപ്പിയും കൂടി മുകളിലെ ലാൻഡിങ്ങിൽ വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ വെപ്രാളമൊക്കെ കണ്ടിട്ട് എന്താണ് എന്നിങ്ങനെ ഫോൺ വെച്ചിട്ട് ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം പോണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം എവിടേക്കെന്ന് ചോദിക്കുമ്പോൾ അമ്മയല്ലേ പറഞ്ഞത് ഇന്ന് കളക്ടർ കാണാൻ പോകണമെന്ന് പറയുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഇത് കേൾക്കുന്ന പിന്നെ ശ്യാമയാണെങ്കിൽ അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ശ്യാമ എന്തായാലും ശാലിനിയെ വിളിച്ച് പറയും. അപ്പോൾ വിഷ്ണുവും ഭാമയും കൂടി ചെല്ലുമ്പോൾ തേജസ്വിനി ആയിരിക്കും കാണാനായിട്ട് സാധ്യത. അങ്ങനെയുള്ള എപ്പിസോഡുകളും ഒക്കെയാണ് വരുന്നത്. പിന്നീട് രോഹിത്തിൻ്റെ പുതിയ ഹോട്ടലിൻ്റെ ഉദ്ഘാടനത്തിന് ജില്ലാ കളക്ടറെയാണ് ക്ഷണിക്കുക. അതിനപ്പോൾ ശാലിനിയാണ് ക്ഷണിക്കുന്നത്. അപ്പോൾ ഇനി അതിൽ ആര് വരും എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.